വിമാനം തകർന്ന ദൃശ്യങ്ങൾ കാണുമ്പോൾ ഏവിയേഷൻ മേഖലയിലെ വിദഗ്ധർ ശ്രദ്ധിക്കുന്ന 3 കാര്യങ്ങളുണ്ട്. വിമാനത്തിൽ ഒരു സാങ്കേതിക പിഴവ് സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതിനുള്ള സാധ്യതകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ലാൻഡിംഗ് ഗിയറും ചിറകിലെ ഫ്ലാപ്പുകളും ശരിയായി പ്രവർത്തിക്കാത്തതിന് ഒരു സാധ്യത അത് എഞ്ചിൻ തകരാറ് തന്നെയാണ്. പൈലറ്റ് വേണ്ട ഇടപെടലുകൾ നടത്തിയാലും സാങ്കേതിക തകരാറാണെങ്കിൽ ഈ അപകടം ഒഴിവാക്കാനാകില്ല. അടുത്തത് ഹൈഡ്രോളിക് സംവിധാനത്തിലെ തകരാറാണ്. വിമാനം ലാൻഡ് ചെയ്യാനാകുമ്പോൾ പുറത്തേക്ക് വരികയും ടേക്ക് ഓഫ് ചെയ്തയുടൻ തന്നെ ഉള്ളിലേക്ക് കയറി പോവുകയും ചെയ്യുന്ന 4 സെറ്റുകളിലായുള്ള 12 ചക്രങ്ങളാണ് ലാൻഡിംഗ് ഗിയർ എന്ന് പറയുന്നത്. ഇതിനകത്തേക്കും പുറത്തേക്കും ചലിപ്പിക്കുന്നത് ഹൈഡ്രോളിക് സംവിധാനത്തിലൂടെയാണ്. ഈ സംവിധാനത്തിന് തകരാർ വന്നാൽ ലാൻഡിംഗ് ഗിയർ ടേക്ക് ഓഫിന് ശേഷവും ഉള്ളിലേക്ക് കയറില്ല എന്നുള്ളതാണ്. അടുത്തത് അത് ടേക്ക് ഓഫ് കോൺഫിഗറേഷനിലെ പിഴവാണ്. ടേക്ക് ഓഫ് സമയത്തും ലാൻഡിംഗ് സമയത്തും വിമാനത്തിലെ പല കാര്യങ്ങൾ ഒരേ സമയം ഒരുങ്ങേണ്ടതായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ലാൻഡിംഗ് ഗിയറും ചിറകിലെ ഫ്ലാപ്പും. ചിറകിലെ ഫ്ലാപ്പ് താഴേക്ക് ചരിഞ്ഞു വന്നാൽ മാത്രമേ മുകളിലേക്ക് പറക്കാനുള്ള ലിഫ്റ്റ് അത് വിമാനത്തിന് ലഭിക്കുകയുള്ളൂ. ഇവയെല്ലാം ഒരേ സമയം ഉറപ്പാക്കുന്ന ടേക്ക് ഓഫ് കോൺഫിഗറേഷനിൽ പിഴവ് സംഭവിച്ചിരിക്കാം. ഏറ്റവും ഒടുവിൽ അത് പക്ഷികൾ ഇടിച്ചുള്ള അപകടമാകാം. ഫാൻ ബ്ലേഡിലോ ജെറ്റ് എഞ്ചിനിലേക്കോ പക്ഷികൾ ഇടിച്ചാൽ വിമാനം നിയന്ത്രണം വിട്ട് വീഴാനുള്ള സാധ്യതയൊക്കെയുണ്ട്. ഇതിലേതെങ്കിലുമാണോ അതോ മറ്റെന്തെങ്കിലും കാരണമാണോ അഹമ്മദാബാദ് ദുരന്തത്തിന് കാരണമായത് എന്ന് അന്വേഷണത്തിലാണ് കണ്ടെത്തേണ്ടത്.